വീണ്ടും ചുഴലിക്കാറ്റ്. മലയോര കാർഷിക മേഖലയിൽ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി മാറി. കരുവാരകുണ്ട് മലയോര മേഖലയിൽ രണ്ടാം ദിവസവും ഉച്ചയോടടുത്ത സമയത്ത് കൽക്കുണ്ട്, കേരള, നീലാഞ്ചേരി, കുണ്ടിലാമ്പാടം എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. കാറ്റത്ത് കടപുഴകി മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു. പോസ്റ്റുകൾ വ്യാപകമായി മുറിഞ്ഞു വീണ് വൈദ്യുതി വിതരണം മേഖലയിൽ പരക്കെ താറുമാറായി. റോഡിലേക്ക് വൈദ്യുതി ലൈനടക്കം പോസ്റ്റുകളും മരങ്ങളും നിലംപൊത്തിയതിനാൽ വാഹന ഗതാഗതം മിക്കയിടത്തും തടസ്സപ്പെട്ടു. കൽക്കുണ്ട് ക്രിസ്ത്യൻ പള്ളിപ്പടി മുതൽ അട്ടി വരെയുള്ള പ്രദേശത്ത് ലക്ഷങ്ങളുടെ കാർഷിക നാണ്യവിളകളാണ് കടപുഴകി വീണ് തകർന്ന് തരിപ്പണമായത്. നെടുമ്പള്ളിൽ ജോസ്, ബെന്നി ഉപ്പുമാക്കൽ, ബേബി ജോസഫ് തോമ്പുന്നിയിൽ, ജോൺ കുരിക്കാട്ടിൽ എന്നിവരുടെ തെങ്ങ്, കമുക്, കൊക്കോ എന്നിങ്ങനെ നിരവധി നാണ്യവിളകൾ കടപുഴകി വീണ് കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട്. നെടുമ്പള്ളി ജോസ് എന്നയാളുടെ ഒരു കെട്ടിടത്തിന്റെ ഓടുകൾ ഏറെക്കുറെ പൂർണ്ണമായും കാറ്റത്ത് പാറിപ്പോയിട്ടുണ്ട്. എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ ബെന്നി മുണ്ടമറ്റത്തിന് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണിട്ടുമുണ്ട്. കേരള, മഞ്ഞൾപ്പാറ എന്നിവിടങ്ങളിൽ കാറ്റത്ത് മരം വീണ് നിരവധി വീടുകൾ തകർന്നു. കേരളയിലെ പട്ട ഉണ്ണീൻ, കുന്നുമൽ മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാട്ടിക്കുന്നൻ മൂസ, വടക്കുംപറമ്പൻ സാദത്ത്, ശിഹാബ് ഉലുവാൻ, പൂഴിക്കുന്നൻ മുഹമ്മദ്, ആയിഷ തൊട്ടിയിൽ എന്നിവരുടെയും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. കുട്ടത്തി, നീലാഞ്ചേരി, കേരള എന്നിവിടങ്ങളിലെ നാശനഷ്ട വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. യൂത്ത് കോൺഗ്രസിന്റെ RGRF, മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റികാട്, DYFI, ഡ്രോമ കെയർ എന്നീ സന്നദ്ധ സംഘടനകളിലെ നിരവധിയായ യുവാക്കൾക്കൊപ്പം 2 യൂണിറ്റ് ഫയർഫോഴ്സും വൈദ്യുതി വകുപ്പിന്റെ മുഴുവൻ ജീവനക്കാരും കാറ്റ് ദുരന്തം വിതച്ച പ്രദേശത്ത് ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. മേഖലയിൽ തോരാത്ത കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും മറ്റും നീക്കം ചെയ്യുന്നതിന് നാട്ടുകാരുടെ സേവനം കേരള എസ്റ്റേറ്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലവർഷക്കെടുതിയുടെ ഭാഗമായി വീടുകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നതിനായി ഇനി പറയുന്ന രേഖകൾ സഹിതം അതാത് വില്ലേജ് ഓഫീസർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ ഫോൺ നമ്പർ സഹിതം സംഭവിച്ച നാശനഷ്ടത്തിന്റെ ഫോട്ടോ സഹിതം A4 പേപ്പറിൽ കളർ പ്രിന്റ് എടുത്ത് ഭൂനികുതി അടച്ച രസീത്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ദേശസാൽകൃത ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ കോപ്പി അടക്കം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇവിടെ തരുള്ളൂ.
അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം. എല്ലാം ഒരു കുടക്കീഴിൽ. അനാർക്കലി. സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം. നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ്. സ്കൂൾ ബാഗുകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിംഗ് ബാഗുകൾ, സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി, കരുവാരകുണ്ട്, കിഴക്കേതല.